പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ബി.ജെ.പിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വൻ പൊട്ടിത്തെറി. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിക്ക് കാരണമായെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ പരസ്യ പ്രതികരണമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് കെ സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. RSS സംസ്ഥാന നേതൃത്വവും കെ സുരേന്ദ്രൻ വിഭാഗം നേതാക്കളും കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് പാലക്കാട് ബി.ജെ.പിക്കായി നടത്തിയത്. എന്നിട്ടും നഗരസഭയിലെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻ തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നേരിട്ടത്. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് കെ സുരേന്ദ്രന്റെ നിർബന്ധപ്രകാരം സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും സുരേന്ദ്രനെതിരായ കോഴയാരോപണത്തിലെ പുതിയ വെളിപ്പെടുത്തലും തിരിച്ചടിയായി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പി.കെ. കൃഷ്ണദാസ് വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. ശോഭാ സുരേന്ദ്രന്റെ പരസ്യ പ്രതികരണങ്ങളാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് സുരേന്ദ്രൻ വിഭാഗത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാലക്കാട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത്. പല വിഷയങ്ങളിലും സന്ദീപ് വാര്യരെ സംരക്ഷിച്ചത് കെ സുരേന്ദ്രനാണെന്നും ഒറ്റയ്ക്ക് പ്രതിരോധിച്ചാൽ മതിയെന്നും ചില നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി കൂടിയായതോടെ എതിർവിഭാഗം സുരേന്ദ്രനെതിരെ നീക്കം ശക്തമാക്കും. ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ പോലും നേരിട്ട തിരിച്ചടിയിൽ RSS നേതൃത്വവും കടുത്ത അമർഷത്തിലാണ്. പല സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റുമാരെ മാറ്റാൻ നേരത്തെ തന്നെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സുരേന്ദ്രന് ഇനി മറ്റൊരവസരം ലഭിക്കില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള പരസ്യ പ്രതികരണങ്ങൾ ശോഭാ സുരേന്ദ്രന്റെയും പ്രസിഡന്റ് മോഹത്തിന് തിരിച്ചടിയാകും. ഉപതിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കാൻ പി.കെ. കൃഷ്ണദാസ്, M.T. രമേശ് തുടങ്ങിയവർ നീക്കം ആരംഭിക്കും. ചുരുക്കത്തിൽ സംസ്ഥാന ബി.ജെ.പിയിൽ വൻ പൊട്ടിത്തെറിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.